കണ്ണൂരിൽ 70 CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ CCTV ക്യാമറയ്ക്ക് ചെലവഴിച്ച തുക 1,58,00,000 രൂപയാണ്. 70 CCTV, അതിൽ 2 CCTVയും അതിൻ്റെ മോണിറ്റർ വെച്ചിരിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ മേയറുടെ റൂമിലാണ്. അതെന്തിനു വേണ്ടി അറിയോ? കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ കോർപ്പറേഷനകത്ത് മാലിന്യം ആരെങ്കിലും കൊണ്ടുപോയി അനധികൃതമായി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളെ കണ്ടുപിടിക്കാനാണ്. നിങ്ങൾ ഏതെങ്കിലും അതിനകത്തുള്ള ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഇതുവരെ നോക്കിയിട്ടുണ്ടോ? കണ്ണൂർ കോർപ്പറേഷനകത്ത് ഒരു കേസ് ചാർജ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടോ? അതിനകത്തുള്ള 2 ക്യാമറയും മോണിറ്ററും വെച്ചിരിക്കുന്ന മേയറുടെ റൂമിലാണ്. എന്തുകൊണ്ട്? അതിനകത്ത് കാരണം വില കുറഞ്ഞ അല്ലെങ്കിൽ നിലവാരമില്ലാത്ത CCTV ക്യാമറകൾ വെച്ചിട്ട് ഇന്ന് വർക്ക് ചെയ്യുന്നില്ല. ഇതൊരു കാര്യം. 1.1 അല്ല, എനിക്കൊരു സംശയമുണ്ട്. ഈ CCTV ക്യാമറ മാലിന്യം ഇടുന്നത് തടയുന്നതിനുള്ള CCTV ക്യാമറ എന്തിനാ മേയറുടെ മുറി കൊണ്ട് വെച്ചത്? 2 മോണിറ്റർ വെച്ചിരിക്കുന്നു. അവിടുന്ന് കാണാൻ മോണിറ്റർ വെച്ചിട്ട് അവിടുന്നാണല്ലോ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ആളുകളെ. ഒരു കേസ് കണ്ണൂർ കോർപ്പറേഷനകത്ത് ഇതുവരെ ചുമത്താൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഈ അഴിമതിയുടെ കഥയുടെ ഓരോ ഘട്ടമായിട്ട് പറയാം. ഓരോ ഒരു കാര്യം പറയാം. 1,18,00,000 രൂപ, 1,18,00,000 രൂപയാണ് കണ്ണൂർ പട്ടണത്തിനകത്തൊരു സൈക്കിൾ പാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സൈക്കിൾ ഓടിക്കുന്ന കണ്ണൂർ പട്ടണത്തിലെ റോഡ് സൈഡിൽ? ഈ സൈക്കിൾ പാത്തിലൂടെ ഒരു സൈക്കിൾ ഓടിച്ച ഞാൻ കണ്ടില്ല. കാരണം ഓടിക്കാൻ കഴിയാത്തത് ഈ സൈക്കിൾ പാത്തിൻ്റെ നടുവിൽ 100 മരങ്ങളുണ്ട്, സൈക്കിൾ പാത്തിൻ്റെ നടുവിൽ 100 കൾവേട്ടുകളുണ്ട്, സൈക്കിൾ പാത്തിൻ്റെ നടുവിൽ കുറേ ബോർഡുകളുണ്ട്. ഈ സൈക്കിൾ പാത്തിൻ്റെ 118 ലക്ഷം അല്ലെ 1,18,00,000 രൂപ ചെലവഴിച്ചത് അത് അനാവശ്യമായി ദൂർത്തായി. ഞങ്ങളതിനെ അതിനകത്തും അഴിമതിയുടെ പടമുണ്ട്. വേറെ ഒരു കാര്യം പറയാം. കണ്ണൂർ 2 ഷീ ലോഡ്ജ് ഉണ്ട്. 2 ഷീ ലോഡ്ജ് എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ എത്തിപ്പെടുന്ന സ്ത്രീകൾക്ക് താമസിക്കാൻ. അവിടെ നിങ്ങൾ ഷീ ലോഡ്ജ് ഇതുവരെ തുറന്നോ? ഷീ ലോഡ്ജിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് കണ്ണൂരിൽ ഷീ ലോഡ്ജ് തുറന്നത്. ഒരു ഷീ ലോഡ്ജ് തുറന്നിരിക്കുന്നത് ഞങ്ങളുടെ ബീവറേജസിനടുത്ത്. ആരാ രാത്രി കാലത്ത് ഷീ ലോഡ്ജ് പോവുക ബീവറേജസിൻ്റെ അപ്പുറം? നിങ്ങൾ ആലോചിക്കണം. ഇതൊക്കെ തന്നെ കണ്ണൂരിൽ വൻകിട പ്രോജക്റ്റുകൾ UDF കൊണ്ടുവരുന്നത് അഴിമതിപ്പണം കൈകാര്യം ചെയ്യാനാണ്, അഴിമതിപ്പണം നേടുവാനാണ്. അതിനപ്പുറം ഇപ്പം 140 കോടിയുടെ ആയിക്കരയിലെ മത്സ്യ മാർക്കറ്റിലെ നിർമ്മാർജ്ജനത്തെക്കുറിച്ച്, മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറഞ്ഞു. 40 കോടി രൂപയാണ് പരസ്യം ചെയ്തത്. ഒരു ദിവസം കൊണ്ട് അത് 140 കോടി രൂപയാകണമെങ്കിൽ അതിനകത്തുണ്ടായ തിരിമറി എത്രയാണ് നിങ്ങൾ പറയണം? 118 ലക്ഷം, 1.18 ലക്ഷം രൂപയുടെ സൈക്കിൾ പാത്ത് എന്തിനു ഉണ്ടാക്കിയെന്ന് പറയണം. 40 ലക്ഷം രൂപയുടെ മരുന്ന് വാങ്ങാൻ PHCകൾക്ക് ഇവിടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അനുവാദം കൊടുത്ത് 40 ലക്ഷം രൂപ കൊടുത്തിട്ട് ആ മരുന്ന് വന്നുവെന്ന് ജനങ്ങളോട് പറയണം. കണ്ണൂർ പട്ടണത്തിൽ വരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എവിടെയാ മൂത്രയിക്കാൻ പോവാ? ഇവിടെ 100 കണക്കിന് സ്ത്രീകൾ വരുന്നില്ല. ഒരു പൊതു ശൗചാലയം ഇവിടെ ഇല്ല. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പറയും നിങ്ങളെ നാട്ടുകാർ ഇതൊക്കെ മനസ്സിലാക്കും. ശരി.